ക്ഷേത്രാങ്കണത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി മാതൃകയായി കോഴിക്കോട്ടെ താവണ്ടി ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുമഹോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. വർഗീയ ലഹളകളും ന്യൂനപക്ഷ പീഡനങ്ങളും രാജ്യത്ത് തുടർക്കഥയാകുമ്പോൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കുകയാണ് കോഴിക്കോട്ടെ താവണ്ടി ശ്രീ ഭഗവതി ക്ഷേത്രം. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നോമ്പുനോറ്റ തങ്ങളുടെ ഇസ്ലാം സഹോദരന്മാർക്ക് ഇഫ്താർ വിരുന്നൊരുക്കി മതസൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃക ഇവർ തീർത്തത്. ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്തിയ ഇഫ്താർ വിരുന്നിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇഫ്താർ വിരുന്നിൽ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ്, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി കിഴക്കയിൽ, ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് MP സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സിന്ധു സുരേഷ്, ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ അതുല്യ ബൈജു, പഞ്ചായത്ത് മെമ്പർമാർ അടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്. ഇങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തം ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസമായിട്ടാണ് പറയുന്നത്. അഭയതരത്തെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ വാദോരാതെ പറയുമെങ്കിലും കർമ്മത്തിലൂടെ പ്രവൃത്തിയിലൂടെ അത് തെളിയിച്ചിട്ടുള്ള, അത് കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് താവണ്ടി ക്ഷേത്ര കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ഇന്ന് എല്ലാവരും, കുട്ടികളും പ്രായമുള്ളവരും സ്ത്രീകളും പുരുഷന്മാരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെയും ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സായി ആ നോമ്പ് തുറയിൽ പങ്കെടുത്തു എന്നുള്ളത് വലിയൊരു സന്ദേശമാണ് ഇന്നത്തെ സമൂഹത്തിൽ നൽകുന്നത്. സാംസ്കാരിക രംഗത്ത് നിന്ന് എഴുത്തുകാരൻ അബൂബക്കർ കാപ്പാട്, എഴുത്തുകാരനും നാടകപ്രവർത്തകരുമായ നാസർ കാപ്പാട്, M നൗഫൽ, റഷീദ് വെങ്ങളം, CM സുനിലേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊയിലാണ്ടി, കപ്പക്കടവ്, മുനമ്പത്ത്, വലിയാണ്ടി മഹൽ കമ്മിറ്റി അംഗങ്ങളടക്കം രാഷ്ട്രീയ മത പൊതുരംഗത്തു നിന്നും നൂറുകണക്കിന് പേർ വിരുന്നിൽ സാന്നിധ്യം അറിയിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.